റെസിഡൻസ് വിസയിലുള്ളവരാണ് നിങ്ങളെങ്കിൽ, ടിക്കറ്റ് എടുത്ത് നാട്ടിലേക്കൊക്കെ ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നിർബന്ധമായിട്ട് ഈ വീഡിയോ കാണാം. രണ്ട് കാര്യങ്ങൾ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അലേർട്ടാണ് അപ്ഡേറ്റ് ചെയ്ത് തരാം. ഫസ്റ്റ് വണ്, നിങ്ങളുടെ ID നിങ്ങളെ കയ്യിൽ കിട്ടിയ ഒരാളാണെങ്കിൽ നിങ്ങൾ ILOE ഇൻഷുറൻസ് രജിസ്റ്റേർഡ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. കാരണം രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ എയർപോർട്ടിൽ നിങ്ങൾക്ക് ഫൈൻ വരുന്നതാണ്. കഴിഞ്ഞ വീക്കിൽ നമ്മളിടുന്ന് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്ത് 2 പേർക്കുണ്ടായ ദുരനുഭവമാണ്. ഒരാൾക്ക് 400 ദിർഹംസ് ഫൈനായ കാരണം ആ പേയ്മെൻറ്റ് പെട്ടെന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല, ടിക്കറ്റ് ക്യാൻസലായി. രണ്ടാമത്തെ ആൾ ഇന്ത്യൻ മണിയായി അവർ ചെയ്തു, അടുത്തുള്ള ആളായിരുന്നൊക്കെ കൺവേർട്ട് ചെയ്തുകൊണ്ട് യാത്ര ചെയ്തെങ്കിലും വളരെയധികം ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ചെറിയൊരു പേയ്മെൻറ്റിൻ്റെ കാര്യമാണ്, അത് 1 ഇയറും 2 ഇയറും ഒക്കെ അവൈലബിൾ ആണ്. അതുകൊണ്ട് നിർബന്ധമായിട്ടും നിങ്ങൾ ILOE ഇൻഷുറൻസ് രജിസ്റ്റർ ചെയ്യുക. ഇനി അതുകൊണ്ട് നിങ്ങൾക്കൊരു ബെനിഫിറ്റും കൂടെ ഉണ്ട്. കാരണം നിങ്ങളുടെ അല്ലാത്ത കാരണത്താൽ കമ്പനി നിങ്ങളെ ടെർമിനേറ്റ് ചെയ്യോ നിങ്ങളുടെ വിസ ക്യാൻസൽ ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 മാസം വരെ ഈ ഒരു പേയ്മെൻറ്റിൻ്റെ, അതായത് ബേസിക് സാലറി പേയ്മെൻറ്റിൻ്റെ 30% നിങ്ങൾക്കത് ബോണസായിട്ട് ക്രെഡിറ്റ് ആവും. ഈ ഒരു ഓപ്ഷൻ കൂടെ നിങ്ങൾക്ക്, നല്ലൊരു ഓപ്ഷൻ കൂടെ നിങ്ങൾക്ക് ഈ ഒരു ILOE ഇൻഷുറൻസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അലൗഡ് ആണ്. അതുകൊണ്ട് UAE ഗവൺമെൻറ് ഈ ഒരു സ്ട്രിക്റ്റ് റൂൾ നിങ്ങൾ റെസ്പെക്ട് ചെയ്യുക. എന്തായാലും നിങ്ങൾ ILOE ഇൻഷുറൻസ് രജിസ്റ്റർ ചെയ്യുക. ഇനി ആപ്പ് വഴി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. പറ്റാത്തവരാണെങ്കിൽ താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് തരുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്യുക. അതുപോലെ ഇമ്പോർട്ടൻ്റ് അലേർട്ടിൽ രണ്ടാമത്തെ മെസ്സേജ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്ത് തരാം. താങ്ക് യു.